CAG നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. നിയമനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി. വിവരങ്ങളുമായി CBC ജോസഫ് ചേരുന്നു. സിബി, ആരാണ് ഹർജി നൽകിയത്? എന്താണ് വിവരങ്ങൾ? സിജു, ഇതിലൊരു പൊതുതാൽപര്യ ഹർജിയാണ് അവിടെ ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. അതായത് CAG എന്ന് പറയുന്നത് അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലും CAG നിയമനവും പൂർണ്ണമായും പ്രധാനമന്ത്രിയും ഒരു എക്സിക്യൂട്ടീവ് അടങ്ങുന്ന ഒരു സമിതി മാത്രമാണ് ഈ CAG നിയമിക്കുന്നത്. ഇത് സുതാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി NGO അടക്കമുള്ള സംഘടനകൾ നൽകിയായിരുന്നു. ഈ ഒരു ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് പലപ്പോഴും ഈ ഭരണത്തിലേക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള അനുകൂലമായ നിലപാടുകളാണ് CAG എടുക്കുന്നത്. പ്രത്യേകിച്ച് ഭരണകക്ഷി അനുകൂലിക്കുന്ന നിലപാട് CAG സ്വീകരിക്കുന്നു. കേരളത്തിൽ പോലും CAGയുടെ ഓഡിറ്റുകൾ വളരെയധികം കുറഞ്ഞുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുകൂടാതെ മഹാരാഷ്ട്ര പോലുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓഡിറ്റുകൾ ആ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാരണത്തിനെയും വൈകിക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ CAGയുടെ നിയമനത്തിൽ സുതാര്യത വേണം, അതിൽ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമല്ലാതിനെയും ഒരു സുതാര്യത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുതാൽപര്യ ഹർജി നൽകിക്കുന്ന ഈ ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. ആനകളുടെ സർവേ എടുക്കണമെന്നടക്കമുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. എന്താണ് ആ സ്റ്റേയുടെ വിശദാംശങ്ങൾ? സിജു, ഈ ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ആനകളുടെ സർവേ എടുക്കണമെന്നടക്കമുള്ള വളരെ വലിയ നിയന്ത്രണങ്ങൾ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ വിശ്വഗജ സേവാ സമിതി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആന എഴുന്നള്ളത്ത് ചരിത്രപരമായ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി, അത് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഹൈക്കോടതിയിൽ നടക്കുന്നതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളാണ് CBC ജോസഫ് നൽകിയത്.